യുണൈറ്റഡ് ഇൻസൈറ്റ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ എവർട്ടൺ നാടകത്തിന് ശേഷം സ്വന്തം ഗ്രൗണ്ടിൽ ഓൾഡ് ട്രാഫോർഡിൽ വീണ്ടും പുതിയൊരു നാടകമായിട്ട് യുണൈറ്റഡ് വന്നു. 1-1 വെസ്റ്റ് ഹാം യുണൈറ്റഡ് സമനിലയെ തളച്ചിരിക്കുക. അതും റെലിഗേഷൻ ബാറ്റിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് വെസ്റ്റ് ഹാം. നമ്മൾ ഇതിനു മുന്നേ ഇപ്പം ബേൺലി അതേപോലെ റെലിഗേഷൻ ബാറ്റിലാണ് ഉള്ളത്. ആ ടീമിനെതിരെ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവസാന മിനിറ്റിൽ ഒരു പെനാൽറ്റിയിൽ എങ്ങനെയോ കഷ്ടിച്ച് ജയിച്ചു പോയതും, അതും സ്വന്തം ഗ്രൗണ്ടിൽ തന്നെ. അതേപോലെ ഇനിയിപ്പോൾ റെലിഗേഷനിലുള്ള വോൾസിനെയാണ് അടുത്ത് നേരിടേണ്ടത്. അതും ഇതേപോലെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പറയുക, ഒരു ടീം സ്പിരിറ്റ് ഇല്ല. ഒരു ഗോൾ അടിച്ചിട്ട് പിന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെൽ ഡിഫെൻഡ് ആയിരിക്കണം. എല്ലാന്നുണ്ടെങ്കിൽ ഗോൾ കൺസീഡ് ചെയ്യാൻ പാടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഗോൾ അടിച്ചുകൊണ്ടിരിക്കുക. 2-3 ഗോൾ അടിച്ച് കംഫർട്ടബിൾ ആക്കുക. അത് സ്വന്തം ഗ്രൗണ്ടിലാണ്. എതിർ ടീമിൻ്റെ ഗ്രൗണ്ടിലാണെങ്കിൽ നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ സ്വന്തം ഗ്രൗണ്ടിലാവുമ്പോൾ എതിർ ടീമിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കളിക്കുന്നത്. അവരാണ് പിന്നെയും അവസാന നിമിഷങ്ങളിൽ തുടരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായത്. നമ്മൾക്ക് യാതൊരു ഇൻറ്റൻഷനും ഇല്ല. പിന്നെ ഒന്നിക്കൽ നല്ല ഡിഫെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഉഗാർത്തേനെയും ദ്രോഗോനിയും എല്ലാം ഇറക്കാം. എല്ലാ ബോള് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ മെയിനുവിനെ ഇറക്ക്. എന്നിട്ട് ബോള് ഹോൾഡ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നല്ല വൃത്തിക്ക് കളിക്ക്. എന്ത് വെറുപ്പിക്കലാണ് ഇത്. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സെസ്കോ ഇല്ല, നിറയെ ക്രോസുകളുടെ പൂരം, ഒന്നും പറയാനില്ല. ഫുള്ള് അങ്ങുന്നും ഇങ്ങുന്നും എല്ലാം ചറവറ ക്രോസാണ് ഫസ്റ്റ് ഹാഫിൽ. സെസ്കോ ഉണ്ടാകുമ്പോഴോ ഒറ്റ ക്രോസ് കൊടുക്കില്ല. അതാണ് അവസ്ഥ. ഇപ്പം ഇത് 3-4 കളിയായിട്ട് മൊത്തം ക്രോസുകളുടെ കളിയാണ്, കൂമ്പാരാണ്. ഇപ്പം ക്രോസൊന്നും കൊടുക്കാത്ത അമാത് വരെ ക്രോസ് കൊടുക്കുക, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയാണ് കളീൻ്റെ നിലവാരം. ഇപ്പം ഏത് ജയിക്കും ഏത് തോക്കും എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ചിലപ്പോൾ വലിയ ടീമിനോടെല്ലാം നല്ല ജയിച്ച് അങ്ങോട്ട് പോകും. ചെറിയ ടീമിനോടെല്ലാം ഇതേപോലെ സമനില അല്ലെങ്കിൽ തോൽവി വഴങ്ങിയിട്ട് കളി അങ്ങോട്ടേക്ക് നശിപ്പിക്കുക. എന്താണ് ഇവരുടെ ഒരു നിലവാരം എന്ന് മനസ്സിലാകുന്നില്ല. ഇത് എത്രാമത്തെ സ്ഥാനത്ത് ഇപ്പം ഇനി എത്തുമെന്ന് മനസ്സിലാകുന്നില്ല. ഇന്ന് കളി ജയിച്ചിരുന്നെങ്കിൽ 5ാം സ്ഥാനത്തേക്ക് കയറേണ്ട യുണൈറ്റഡ് ഇപ്പം തപ്പി തടഞ്ഞ് ഇപ്പോൾ 8ാം സ്ഥാനത്ത് തന്നെ നിൽക്കുക. എന്താണ് ഇതിനുള്ള പറയാ, ഒന്നും പറയാനില്ല. ശരി, സത്യം പറഞ്ഞു കളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് മൊത്തം എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. കളിക്ക് ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് പറയാനില്ല. ഒരു ആവറേജ് കളിയായിരുന്നു, വലിയ പറയത്തക്ക കളിയൊന്നും ആയിരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ കുറേ ക്രോസുകൾ കൊടുക്കുന്നു, അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരാളില്ല, ഹൈറ്റുള്ള ഒരു പ്ലെയർ ഇല്ല. പിന്നെ കുറേ ഷോട്ടുകൾ എടുക്കുന്നു. അവരുടെ ഡെഡ് ലോക്ക് പൊളിക്കാൻ വേണ്ടി പറ്റുന്നേ ഉണ്ടായില്ല. നല്ല രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ ഗോളുകൾ വന്നത്. അത് യുണൈറ്റഡിൻ്റെ ഗോൾ വന്നത് കസമീറോ സത്യം പറഞ്ഞാൽ ഒരു ഷോട്ട് എടുത്തതാണ്. ആ ഷോട്ട് ഡാലോൻ്റെ കാലിലേക്ക് കിട്ടുകയാണ്. ഡാലോ അത് ഫിനിഷ് ചെയ്യാം. അത് നല്ലൊരു ഗോള്. അങ്ങനെ 58ാമത്തെ മിനിറ്റിൽ യുണൈറ്റഡ് മുന്നിലെത്തി. പിന്നെ ഇന്നത്തെ ലൈനപ്പിലെ ഈതൻ ഹെവനായിരുന്നു സെൻട്രൽ ഡിഫൻസിൽ ഡിലൈറ്റിന് പകരം ഉണ്ടായത്. പിന്നെ ലെനിയോറോക്ക് പകരം മസ്രായും. ഹെവൻ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ 8ാമത്തെ മിനിറ്റിൽ തന്നെ, ഫസ്റ്റ് ഹാഫിലെ 8ാമത്തെ മിനിറ്റിൽ തന്നെ ഹെവന് ഒരു യെല്ലോ കിട്ടിയത് കൊണ്ടാണ് ആളെ സെക്കൻഡ് ഹാഫിൽ മാറ്റിയത്. സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹെവനെ മാറ്റിയിട്ടാണ് ലെനിയോറോനെ കൊണ്ടത്. അങ്ങനെ 58ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചതിന് ശേഷം 67ാമത്തെ മിനിറ്റിലാണ് ദോർഗുവിനെ കൊണ്ടുവരുന്നത്. അത് ഡാലോട്ടിനെ മാറ്റിയിട്ടാണ്. ഡാലോട്ട് അവിടെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. അത് മാറ്റിയത് എനിക്ക് തോന്നുന്നത് ഡാലോട്ടിന് ഫിറ്റ്നസ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും മാറ്റിയിട്ടുണ്ടാവുക. അല്ലാതെ സത്യം പറഞ്ഞാൽ ഡോർഗുവിനെ നമുക്ക് ആവശ്യമുള്ളൊരു പ്ലെയർ അല്ല. അവനെ അവിടെ ആ പൊസിഷനിൽ കളിപ്പിച്ചുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. കാരണം നല്ല രീതിയിൽ ക്രോസുകളോ അല്ലെ കട്ട് ബാക്കോ ഒന്നും കൊടുക്കാൻ അറിയാത്തൊരു പ്ലെയർ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ഡാലോ ആണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് 77ാമത്തെ മിനിറ്റിലാണ് മേസൺ മൗണ്ടിനെ കൊണ്ടുവരുന്നത്, സെർസ്കിനെ മാറ്റിയിട്ട്. പിന്നെ കൂഞ്ഞനെ മാറ്റിയിട്ട് ഉഗാർത്തേനെയും കൊണ്ടുവന്ന്. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കുറച്ച് നേരത്തെ ഒരു 60-65ാമത്തെ മിനിറ്റിൽ അവിടെ മിഡ്ഫീൽഡ് കുറച്ചൊന്നുകൂടെ നല്ല കൺട്രോൾ എടുക്കാൻ വേണ്ടിയിട്ട് മെയിനൂനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസിനെ മാറ്റിയിട്ടാ അല്ലെങ്കിൽ കൂഞ്ഞനെ മാറ്റിയിട്ടോ ഒരു അഡീഷണൽ മിഡ്ഫീൽഡറെ കൊണ്ടുവന്നിട്ട് ആ ബോള് നല്ല രീതിയിൽ കൺട്രോൾ എടുക്കുക എന്നുള്ളത്. അല്ലാതെ ഈ ഉഗാർത്തേനൊന്നും കൊണ്ടുവന്നിട്ട് അവിടെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഉഗാർത്തെ ടോട്ടൻഹാമിനെതിരെയും ഒരു മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ഉഗാർത്തെ അവിടെ കയറിയതിന് ശേഷമാണ് ശരിക്കും 2 ഗോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉഗാർത്തേനെ ഇപ്പം കൂടുതൽ പ്രതീക്ഷയില്ല. ഉഗാർത്തേനെ ഇറക്കുന്നതിനേക്കാളും നല്ലത് ബോൾ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്ലെയർ ഇറക്കുന്നതാണ്. അപ്പോൾ മൈനു അവിടെ ഉണ്ട്, മൈനുവിനെ ഇറക്കുന്നതായിരുന്നു ബെറ്റർ. എന്തായാലും 53ാമത്തെ മിനിറ്റിൽ അവർക്കൊരു കോർണർ കിട്ടുന്നു. ആ കോർണർ ഹെഡ് ചെയ്തിട്ട് അവർ ഉള്ളിലേക്ക് എത്തിയെന്ന് വിചാരിച്ചിരുന്നു. അതായത് ഫസ്റ്റ് പോസ്റ്റിലാണ് ഹെഡ് ചെയ്തത്. ഹെഡ് ചെയ്തത് അവർ പ്ലെയർ ആരാന്ന് അറിയില്ല, പക്ഷെ ഹെഡ് ചെയ്തോ അത് ഗോൾ ലൈനിൽ മസറായി ക്ലിയർ ചെയ്യാം. അത് ചെന്ന് എത്തുന്നത് അവരുടെ പ്ലെയറിൻ്റെ കാലിലേക്കാണ്. അവിടെ നമ്മുടെ അമാദ് എന്താണ് ചെയ്യുന്നുണ്ടായത്? അമാദ് അവിടെ നോക്കി നിൽക്കുകയാണ്. അറ്റ്ലീസ്റ്റ് അവിടെ ആ പ്ലെയറിനെ മാർക്ക് ചെയ്യാനുള്ളൊരു മിനിമം ഒരു ഇതെങ്കിലും കാണിക്കണ്ടേ? അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ബോള്. എന്നിട്ട് അവൻ്റെ കാലിലെത്തുമ്പോഴാണ് അവന് ബോധം വരുന്നത്. അപ്പോഴേക്ക് അത് ഗോൾ അടിച്ചിട്ടുണ്ടായി. പക്ഷേ മസറായി അവിടെ ഗോൾ ലൈന് ക്ലിയർ ചെയ്തത് വേസ്റ്റായിപ്പോയി. അങ്ങനെ 1-1 പിന്നെ 1-1 ശേഷം സത്യം പറഞ്ഞാൽ അവരാണ് കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കാഴ്ചവെക്കുന്ന പോലെ തോന്നിയത്. അവർ കുറേ ബോളുകൾ ലോങ് കൊടുക്കുന്നു, കട്ട് ബാക്ക് കൊടുക്കുന്നു, ക്രോസുകൾ കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ അടിക്കാൻ തന്നെ ഒരു തോന്നിപ്പോയി. അതിനുശേഷം പിന്നെ യുണൈറ്റഡ് കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായില്ല. അതിന് ഒരു ബ്രൂണോന് 2 നല്ല ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 6 അടിച്ചിട്ട് ബ്രൂണോ കളി സീൽ ചെയ്തു. എന്തായാലും ഇനി വോൾസിനെതിരെയും ഈ രീതിയിൽ തന്നെയായിരിക്കും. വലിയ എക്സ്പെക്റ്റേഷനൊന്നും കൊടുക്കുന്നില്ല. ഇത് ഏത് ടീമിനോട് ചിലപ്പോൾ ജയിക്കും, ചില ടീമിനോട് ഇതേപോലെ റെലിഗേഷൻ ടീമിനോട് ഇതേപോലെ സ്ട്രഗിൾ ചെയ്യുന്നു. എന്താണ് പറയുക, 10 പേരായ ടീമിനോട് സ്ട്രഗിൾ ചെയ്യുന്നു. ഒരു കൺസിസ്റ്റൻസി ഇല്ല. ഇങ്ങനെ പോകുന്നതാണെങ്കിൽ ആദ്യത്തെ 10 പോലും എത്തുമെന്ന് സംശയമാണ്. എന്തായാലും 5-നുള്ളിൽ എത്താനുള്ളൊരു കോമ്പറ്റീഷൻ കൊടുക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം ഉണ്ടായത്. ഈ രീതി പോകുന്നതാണെങ്കിൽ 5-നുള്ളിൽ എത്തുമെന്ന് തോന്നുന്നില്ല. 10-നുള്ളിൽ എത്തിയാലായി. കാരണം ഇപ്പം മിഡ് ടേബിളിൽ അതേപോലെയുള്ള ടീമുകളോട് അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവർക്ക് എങ്ങനെയാണെങ്കിലും അടുത്ത മേലേക്കുള്ള 4-5 പൊസിഷനിലേക്ക് എത്തണ്ട. അത് എത്താനുള്ള ചാൻസ് 2-3 തവണ കിട്ടി. അത് അവർക്ക് വേണ്ട, അങ്ങനെ വേണ്ട അവർക്ക്. ഇനിയിപ്പോൾ എന്താണ് വലിയ വലിയ ടീമുകളോടാണ് അടുത്ത കളികളുള്ളത്. എന്താവുമെന്ന് എന്തോ അറിയാം. വോൾസിനോട് ശേഷം ആസ്റ്റൺ വില്ലനോടും ന്യൂകാസലിനോടെല്ലാം കളിയുള്ളത്. ഇത് എന്താ പറയേണ്ടത്, അവർ ആസ്റ്റൺ വില്ല ആണെങ്കിലും ഒടുക്കത്തെ ഫോമിലാണ്. ഇവരോട് ബേൺമൗത്തിനോടും ബേൺമൗത്ത് ഇപ്പം കുറച്ച് ഫോം ഔട്ടാണ്. പക്ഷെങ്കിൽ യുണൈറ്റഡ് അത് ഫോം ആക്കിക്കോളും അവരാ. അങ്ങനെയാണ്. കാരണം സ്വന്തം ഗ്രൗണ്ടിൽ ഇവർക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടാണ് കളിക്കുന്നത്. ഒരു ഇൻറ്റൻസിറ്റിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഗോൾ പോട്ടെ, കളിക്കുന്നില്ല പോട്ടെ, അറ്റ്ലീസ്റ്റ് സ്കോർ ചെയ്യുക, 2-3 ഗോൾ സ്കോർ ചെയ്യുക, അതുമില്ല, ഒന്നുമില്ല. എന്താണെന്ന് ഇനി പറയാം, ഒന്നുമില്ല. അപ്പോൾ അടുത്ത വോൾസിനെതിരെ തിങ്കളാഴ്ച മാച്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. ബൈ.